ഹലോ ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഡാർലിംഗ് എന്നറിയപ്പെടുന്ന പ്രഭാസ്, അദ്ദേഹത്തിൻ്റെ ഫുസി എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഈ ഡിസംബറിൽ 3-ാം തീയതി റിലീസാകാൻ പോകുന്നത്. അതിൽ ഡയറക്ടർ വലിയൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കേട്ടോ. ഈ ഹാനു രാഘവപ്പൊടി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ സീതാരാമൻ ചെയ്ത്. സീതാരാമൻ കാണാത്തവരാരും ഉണ്ടാവില്ല. ഇന്ത്യൻ സിനിമയിൽ ഒരുപക്ഷെ ഇത്ര മനോഹരമായൊരു ലവ് സ്റ്റോറി നമ്മുടെ വീർ സാറ സിനിമയ്ക്ക് ശേഷം അതേ പ്ലോട്ട് പോലെ തോന്നിയെങ്കിലും പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അതിന് വ്യത്യസ്തമായ രീതിയിലേക്ക് പക്ഷെ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനൊക്കെ പിന്നെ മൃണാലിനി അവരൊക്കെ അഭിനയിച്ചിട്ട് തകർത്താടിയൊരു സിനിമയായിരുന്നു. അതിൽ ദുൽഖർ എന്ന വ്യക്തിൻ്റെ ശരിക്കും റേഞ്ച് ഓഫ് ആക്ടിങ് വരുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ളൊരു ആക്ടിങ് ആയിരുന്നു. അതിനുള്ള വഴിയൊരുക്കിയ വ്യക്തിയാണ് ഈ ഡയറക്ടർ. ഈ ഫുസി പറഞ്ഞ മൂവിയുടെ ഡയറക്ടറും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആക്ഷനിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രഭാസിനെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പ്രഭാസ് പറയണത് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ സിനിമയാണ് ബാഹുബലി എന്ന സിനിമ കൊണ്ട് മാത്രം അദ്ദേഹം ഈ ഇന്ത്യയിൽ എല്ലാവിടെയും അറിയപ്പെടുന്നൊരു ആക്ടറായി മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ റേഞ്ച് അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിഷ്മ നല്ല രസമുണ്ട് കാണാൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പണ്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ആക്ടറായിരുന്നു. പക്ഷേ ഈ ബാഹുബലി കഴിഞ്ഞ പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂവി അത്യാവശ്യം നല്ല രീതിയിൽ തോന്നിയിരുന്നു. പിന്നെ അതിന് മുമ്പ് കാണാൻ പിന്നെ അതിനുശേഷം വന്ന സിനിമയെല്ലാം തന്നെ അത്യാവശ്യം ഓടാത്ത സിനിമകളാണ്. നമ്മളിപ്പോൾ സാലാറാണെങ്കിൽ പോലും അധികം ഒരു പൃഥ്വിരാജിനൊക്കെ ഇട്ട് പടം ചളിയാക്കി കുളമാക്കി വരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. പടം പൊട്ടി. പക്ഷേ ഇത് എന്തായാലും വിശ്വസിക്കുന്നു അടിപൊളി സിനിമയാകും വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഗണ്ണും തുണിയില്ലാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ, വെറും കയ്യിൽ മുണ്ടെടുത്തിട്ട് മാത്രം ഇരിക്കുന്ന സ്റ്റൈലും ഒക്കെ ഒരു രസം തോന്നുന്നുണ്ട്. ഒരു നാടനിൽ നിന്നും ഒരു ഇൻ്റർനാഷണലിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡയറക്ടർ അത്യാവശ്യം നല്ലൊരു കഴിവുറ്റ ഉള്ള വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമ ലൈന്നോ അങ്ങനെ കുറേ അധികം സിനിമകളുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇദ്ദേഹം സിനിമ ഒന്ന് അറിയാൻ വേണ്ടി കണ്ടോട്ടോ. കാരണം ഈ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഈ ക്യാരക്ടർ ബിൽഡിങ്ങും അതായത് റേഞ്ച് ഓഫ് ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. പക്ഷേ എനിക്കെന്തായാലും നല്ല വിശ്വാസമുണ്ട് ഈ സിനിമ എന്തായാലും വളരെ ഒരു കിടുക്കാച്ചി പടമായിരിക്കുന്നത്. കാരണം അത്ര മനോഹരമായിട്ടുള്ള പോസ്റ്ററും ഒരു വെറൈറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഒരു പോസ്റ്റേഴ്സ് നല്ലൊരു ക്യൂട്ട്നെസ് ഭയങ്കര രസമായിരിക്കും. സീതാരാമത്തിൻ്റെ പോസ്റ്റ് ആണെങ്കിലും വെരി നൈസ്. കാരണം ഇടിയില്ല കുത്തില്ല ഒരു കോപ്പുമില്ല. പക്ഷെ പടം ഒരു കിടുക്കാച്ചി പടമായിരുന്നു സീതാരാം. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതെന്തായാലും ആക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സിനിമാസ് പണ്ട് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു തരത്തിലും മോശമാവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ അപ്ഡേറ്റൊക്കെ വരാനുണ്ട്. കാരണം ഇതിൻ്റെ ടീസർ വന്നിട്ടില്ല, ട്രെയിലർ വന്നിട്ടില്ല, ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാത്രം വന്നിട്ട് റിലീസ് ഡേറ്റ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തതെന്നുള്ളൂ. കാരണം ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടില്ല. ഇതിൽ എന്താ പറയുക, വളരെ സീക്രട്ടായിട്ടായിരിക്കും ഈ സംഭവം എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പോസ്റ്റൊക്കെ വന്ന് സെറ്റായി. എന്തായാലും ഡിസംബറിലൊക്കെ ആവുമെന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും പടം ഒരു അടിപൊളി എന്താണ് പ്രഭാസിനെ വീണ്ടും തിരിശ്ശേരിയിൽ എന്താ പറയുക എല്ലാവരുടെയും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ. ബാഹുബലി പോലെ തന്നെ അത്ര നല്ലൊരു ആക്ഷൻ സിനിമ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടില്ല. ഒരു ആക്ഷൻ സിനിമ അതിന് ശേഷം ബാഹുബലിന് ശേഷം ഒരു സിനിമ പോലും അദ്ദേഹത്തിന് നമുക്ക് കണ്ട് ഓക്കെ എന്ന് പറയാനുള്ള സിനിമയില്ല. ഇറങ്ങിയതെല്ലാം തന്നെ ആടപാടെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിപുരുഷോ അങ്ങനെ നിന്നുണ്ടായിരുന്നു. പിന്നെ ഏതപ്പോൾ ഈ ഇടയ്ക്ക് ഒരു രാജാസാബോ അങ്ങനെ നിൽക്കുന്നത് പൊട്ടി പാളീസായി പോയി. അങ്ങനെ ഒരു ആൾക്ക് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു വീക്കായി പോയോ എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ബാഹുബലിക്ക് ശേഷം പിന്നെ ഒരു നല്ലൊരു സിനിമ ഞാൻ ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാം ശാത്തം പടങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കരിയർ ചിലപ്പോൾ അധികം ബെറ്ററാക്കാൻ നോക്കുമായിരിക്കും. അതുകൊണ്ടേക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടറിനെയൊക്കെ എടുത്ത് ഇത്തരം ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല സിനിമ വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാണാം. നല്ല സിനിമകൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ പ്രേക്ഷകർ മലയാളികൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബ്ലാസ്റ്റ് എന്ന മൂവി ലാസ്റ്റ് ഇറങ്ങിയത്. എന്തായാലും ഈ സിനിമയും കിടുകിടുക്കാച്ചിയാവട്ടെ, പ്രഭാസിൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല പടങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല എൻജോയ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ, ടേക്ക് കെയർ, സീ യു വൺസ് അഗൈൻ.